മൂന്നാറിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 2 വിദ്യാർത്ഥികൾ മരിച്ചു. തമിഴ്നാട് നാഗർകോവിൽ സ്കോട്ട് കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് മറിഞ്ഞത്. കുണ്ട്ല ഡാം സന്ദർശിക്കാൻ പോകുന്നതിനിടെ ബസ് എക്കോ പോയിന്റിന് സമീപം വളവിൽ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. വിശദാംശങ്ങളുമായി അഖിൽ ചേരുന്നു. അഖിൽ, എപ്പോഴായിരുന്നു അപകടമുണ്ടാകുന്ന വിശദാംശങ്ങൾ? നിതിൻ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ടരയോടെയായിരുന്നു ഇത്തരത്തിൽ മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റോഡിൽ എക്കോ പോയിന്റിന് സമീപത്ത് ഇത്തരത്തിൽ അപകടം സംഭവിക്കുന്നത്. ഈ തമിഴ്നാട്ടിൽ നിന്നും വിനോദസഞ്ചാരത്തിലെത്തിയ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ടൂറിസ്റ്റ് ബസ്സാണ് ഇത്തരത്തിൽ പാതയോരത്തേക്ക് മറിഞ്ഞ് അപകടം സംഭവിച്ചിട്ടുള്ളത്. ഈ അപകടത്തിലാണ് 2 വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ ദാരുണമായ മരണം സംഭവിച്ചിട്ടുള്ളത്. 37ഓളം കുട്ടികളായിരുന്നു ഈ വാഹനത്തിൽ ടൂറിസ്റ്റ് ബസ്സിൽ ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഒരു പ്രാഥമിക വിവരം. 3 അധ്യാപകരും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതിൽ അപകടത്തിൽപ്പെട്ട 2 കുട്ടികളാണ് മരിച്ചിട്ടുള്ളത്. മറ്റു കുട്ടികൾക്ക്, നിരവധി കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ മൂന്നാറിലെ ടാറ്റ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ വിദഗ്ധ ചികിത്സ വേണ്ടുന്ന കുട്ടികളെ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് വിവരം ലഭിക്കുന്നു. തമിഴ്നാട് നാഗർകോവിൽ സ്പോർട്സ് കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു അത്തപ്പറ്റി അണക്കെട്ട് സന്ദർശിച്ച ശേഷം കുണ്ടള ഡാം കാണാനായി പോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിക്കുന്നത്. ഇവർ ഇന്നലെ രാത്രിയിൽ ഈ തമിഴ്നാട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇന്ന് പുലർച്ചെ മൂന്നാറിൽ എത്തിയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇന്ന് പകൽ ഈ മാസപ്പറ്റി അണക്കെട്ടിൽ സന്ദർശിച്ച ശേഷം ഈ കുണ്ടള ഡാമിലേക്ക് പോകാൻ ഇവർ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ യാത്ര ചെയ്തതിലാണ് അപകടം സംഭവിക്കുന്നത്. എന്തായാലും 2 പേരുടെ മരണത്തിനിടയാക്കിയ ദാരുണമായ അപകടമാണ് ഇപ്പോൾ എക്കോ പോയിന്റ് സമയം നടന്നിരിക്കുന്നത്. ശരിയെങ്കിൽ വളരെ വ്യക്തമാണ്. മൂന്നാറിലാണ് ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 2 വിദ്യാർത്ഥികൾ മരിച്ചു. തമിഴ്നാട് നാഗർകോവിൽ സ്കോട്ട് കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച വാഹനമാണ് മറിഞ്ഞത്. കുണ്ട്ല ഡാം സന്ദർശിക്കാൻ പോകുന്നതിനിടെ ബസ് എക്കോ പോയിന്റിന് സമീപം വളവിൽ നിയന്ത്രണം നഷ്ടമായി മറിയുകയായിരുന്നു. അപകടത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കുപറ്റിയിട്ടുണ്ട്. വിവരങ്ങൾ പങ്കുവയ്ക്കും.